ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുടെ എല്ലാം കീക്കത്തിന്റെ കിഴിയിലേക്ക് പോവാം. ഇന്ന് കിങ്ഡം കാണണം, അതിന്റെ ത്രില്ലിലാണ്. മത്സരം ഉണ്ടോ ഒന്ന്? പിന്നെ മത്സരം വേണ്ടേ? ഞാൻ വിചാരിച്ചു ഇനി കഴിഞ്ഞ മത്സരം ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ടാണോ, അപ്പം അടുത്ത ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും എനിക്ക് ജയിക്കാം. അങ്ങനെ അപ്പൊ തുടർച്ചയായിട്ടുള്ള മത്സരത്തിൽ ജയിക്കൂല. പിന്നെന്താ, ഇത് ഞാൻ തന്നെ ജയിക്കാമോ? നോക്കാം. അജണ്ട പറ. തമിഴ്. ഓക്കെ, തമിഴ് കിഴി ഏറ്റവും കൂടുതൽ കിട്ടുന്നവർ വിജയിക്കും. ഓക്കെ. ടൈല്. ഹെഡ്. ഓക്കെ, ഫസ്റ്റ് വൺ. അയ്യോ, എന്താടാ? ആരെ കൊല്ലുന്നതിനെ കുറിച്ചാണ്. ബോബി കൊല്ലി. ചിരഞ്ജീവി ഗാരുവിനെ വെച്ച് നമ്മുടെ ബോബി കൊല്ലി ഒരു സിനിമ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒഫീഷ്യൽ കൺഫർമേഷൻ ഒന്നും വന്നിട്ടില്ല. പക്ഷേ സിനിമ സെപ്റ്റംബറിൽ ഷൂട്ട് തുടങ്ങും എന്നുള്ളതാണ് കേൾക്കുന്നത്. അതായത് ഇതുവരെ കൺഫേം ചെയ്യാത്തൊരു സിനിമ ഷൂട്ട് സെപ്റ്റംബറിൽ തുടങ്ങാൻ പോവാണ്. ഇവരൊക്കെ അങ്ങനെ ഭയങ്കര എന്തായാലും അനൗൺസ്മെന്റ് വരും ഉടനടി. വന്നോട്ടെ, വരണല്ലോ. യാ, അടുത്തത് STR 49 സിനിമയുടെ ടൈറ്റിൽ ടീസർ ഓഗസ്റ്റ് 14 കൂലിയുടെ കൂടെ പുറത്തു വിടും കേട്ടോ. പക്ഷെ അപ്പൊ റിയാക്ഷൻ ചെയ്യാൻ പറ്റില്ലല്ലേ, നമ്മൾ തിയേറ്ററിലായിരിക്കും. ഇന്റർവൽ ടൈമിലാണ് പുറത്തു വിടുന്നതെന്ന് പറഞ്ഞത്. അപ്പൊ അത് തിരിച്ചെടുക്കാൻ പറ്റുമോ? ആദ്യത്തെ അത് കിട്ടൂല. പോയത് അതുമല്ല, അന്ന് ഇത് റിയാക്ഷൻ ചെയ്യാൻ എവിടെ സമയം? ഇല്ലല്ല, അന്ന് വന്നാൽ തന്നെ ഞങ്ങളതിന് മെനക്കെടൂല. അന്ന് കൂലി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അടുത്തതിന് പോകാനുള്ള തയ്യാറെടുപ്പായിരിക്കും. യുദ്ധത്തിന് പോകണം ഞങ്ങൾ, പിന്നെ വാർ 2. ഓക്കെ, എന്തായാലും നമ്മുടെ വെട്രിമാരൻ സംവിധാനം ചെയ്ത് STR നായകനാവുന്ന സിനിമയാണ്. ഇപ്പൊ 1-0 അല്ലേ? 1-0. അടുത്തതിൽ 1-1. അടുത്തത് ഇപ്പൊ വരും. അയ്യോ, ഹിന്ദിയാണേ. അപ്പൊ 1-0 തന്നെ. സിത്താരെ സമീൻ പർ തിയേറ്ററിൽ മോശമില്ലാത്ത വിജയമാണ്. സിനിമ OTT വരാൻ പോവാണ്. OTT-ലല്ല, യൂട്യൂബിലാണ്. നമ്മുടെ ആളാടാ, ആമിർ ഖാനൊക്കെ നമ്മുടെ ആളാണ്. യൂട്യൂബിനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഇപ്പൊ ആമിർ ഖാൻ യൂട്യൂബർ. ക്രിസ്ത്യാനോ റൊണാൾഡോ വരെ യൂട്യൂബർ. നമുക്ക് യൂട്യൂബർ എന്നൊക്കെ പറഞ്ഞ ഇവിടെ ഭയങ്കര പുച്ഛ അല്ലേ ചിലർ. സത്യം. എന്തായാലും സിത്താരെ സമീൻ പർ യൂട്യൂബിലാണ് വരുന്നത്. ഓഗസ്റ്റ് 1 ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു യൂട്യൂബ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ ആമിർ ഖാൻ. അതിൽ പ്ലേ ചെയ്യും. 100 രൂപ കൊടുക്കണം ഒരാൾക്ക് ഇത് കാണണമെങ്കിൽ. ആമിർ ഖാൻ ടോക്കീസ് എന്താണെങ്കിലും കൊള്ളാം. ആള് പറഞ്ഞിരുന്നു കേട്ടോ, പറഞ്ഞ പോലെ. അത് സിത്താരെ സമീൻ പർ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ OTT കൊടുക്കൂല, നേരെ യൂട്യൂബിൽ ഇറങ്ങും. നടത്തി. അടുത്തത് പാണ്ഡിരാജ് എതിർക്കും തുനിന്തവൻ. അത്രേ ഉള്ളൂ, സിമ്പിളാ. എതിർക്കും തുനിന്തവൻ സിനിമയുടെ ഡയറക്ടറാണ്. ആള് പറഞ്ഞൊരു കാര്യമാണ്, കങ്കുവയും റെട്രോയുടെയും ഒന്നും കളക്ഷൻ ETയുടെ ബോക്സ് ഓഫീസിന്റെ അടുത്തെത്തിയിട്ടില്ല. ക്രോസ് ചെയ്തിട്ടില്ല. അത് തന്നെ, രണ്ടും ഒന്ന് തന്നെ. അടുത്തെത്തിണ്ടാവും ചിലപ്പോ, ക്രോസ് ചെയ്തില്ല. ഒരെണ്ണത്തിന് 1 രൂപയാണെങ്കിലും അത് ക്രോസ് ചെയ്യണമല്ലോ അല്ലേ, 2 ആവണല്ലോ, അപ്പോഴല്ലേ ക്രോസ് ചെയ്തെന്ന് പറയാൻ പറ്റുള്ളൂ. ശരിയാണ്. അപ്പൊ എന്തായാലും റെട്രോയും കങ്കുവും അപ്പൊ അത്ര കളക്ഷൻ നേടിയിട്ടുള്ളൂ. അതിപ്പോ മൂപ്പര് പറയാൻ ആവശ്യമൊന്നുമില്ല, അത് സത്യല്ലേ. പക്ഷെ അവരുടെ തള്ളെന്തായിരുന്നു? അത് നോക്കണ്ട, എത്ര കോടി തള്ളി. അല്ല, കങ്കു എത്ര 120 130 അങ്ങനെ അത്ര തള്ളിയത്. അല്ല, എതിർക്കുന്ന അതിനെക്കാട്ടിലും കളക്ഷൻ ഉണ്ടായിരുന്നു. തിരിച്ച് ചിന്തിക്ക്. അത്രയും കളക്ഷൻ കിട്ടിയിട്ടുണ്ടോ കങ്കുവയ്ക്ക് അല്ലേ? ഞാനെപ്പോഴും മറ്റേ പോസിറ്റീവ് സൈഡ് അതല്ല. അടുത്ത കിഴി പോന്നോട്ടെ. കിങ്ഡം. തെലുങ്ക് അല്ലേ? കിങ്ഡം ഇന്ന് റിലീസിലെത്തുകയാണ്. ഞങ്ങൾ അതിന് പോകാനായിട്ട് റെഡി ആയിട്ടിരിക്കുക കേട്ടോ. എന്താണ് ഇതിന്റെ അതായത് നമ്മുടെ അനിരുദ്ധ് പറഞ്ഞൊരു സംഭവമുണ്ട്. അനിരുദ്ധ് ഈ സിനിമ കണ്ടിട്ടുണ്ട്. ആള് പറഞ്ഞത് ഇത് വിജയ് ദേവാരകൊണ്ടന്റെ കരിയറിലെ ഒരു മൈൽ സ്റ്റോൺ ഫിലിം ആയിരിക്കും എന്നുള്ളതാണ്. അത് നമുക്കും ടീസറും ട്രെയിലറും കണ്ടപ്പോൾ നമുക്കും തോന്നിയത് തന്നെയാണ്. അതെ, നമ്മൾ അത്ര വെയിറ്റ് ചെയ്തിരിക്കുന്നു. തീർച്ചയായിട്ടും എന്തായാലും നന്നാവട്ടെ, വിജയ് ദേവാരകൊണ്ട തിരിച്ചു വരട്ടെ. എവിടെയോ പോയേക്കുമായിരുന്നു. അതെ, എങ്ങോട്ടോ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. മിടുക്കനായിരുന്നു. അതെ. അടുത്തത് വിലായത്ത് ബുദ്ധ. സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫൈനൽ സ്റ്റേജ് ആണെന്ന് പറഞ്ഞത്. സിനിമ എന്നായിരുന്നു എത്തുന്ന പറഞ്ഞത്? ഓഗസ്റ്റിലല്ലേ? ഒക്ടോബറിലാ? ഓഗസ്റ്റോ?
ഓഗസ്റ്റ് അല്ല, ഒക്ടോബർ തന്നെ. ശരിയാ, ഒക്ടോബർ. സെപ്റ്റംബറും കഴിഞ്ഞ് ഒക്ടോബർ. എന്താണെങ്കിലും ജയൻ നമ്പ്യാരാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. വരട്ടെ. ഡബിൾ മോഹൻ ഞെട്ടിക്കുമായിരിക്കും. ഇരട്ട മോഹൻ അല്ലേ? നോക്കാം. ഓക്കെ, എന്തായാലും സ്റ്റില്ല് വർക്കിംഗ് നടക്കുന്നതിൻ്റെ. ഓക്കെ, അടുത്ത് സ്പിരിറ്റ്. ഇതെന്തത്? ഒരെണ്ണെങ്കിലും എടുത്തിട്ട് വാടക ഒന്ന് കൂടെ പിടിക്കാനെങ്കിലും. നീ ഒന്നല്ലേ പിടിച്ചിട്ടുള്ളൂ, രണ്ടെണ്ണായി. അതല്ലേ അത്ര ധൈര്യത്തിൽ ഒന്നെങ്കിലും എടുത്തിട്ട് വരാൻ പറഞ്ഞു. ഒന്നേ എടുത്തിട്ടുള്ളൂ. ഞാൻ അങ്ങനെ ജന്മത്ത് പറയൂ. ഓക്കെ, സ്പിരിറ്റ്. സന്ദീപ് റെഡ്ഡി വാങ്ക സംവിധാനം ചെയ്യുന്ന നമ്മുടെ പ്രഭാസ് മൂവിയാണ്. സിനിമ സെപ്റ്റംബറിൽ ഷൂട്ട് തുടങ്ങാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് നടക്കൂല എന്നുള്ളതാണ് കേൾക്കുന്നത്. ഡിലേ ആവും. അതിന് കാരണം ഫൗജി പിന്നെ രാജാ സാബും. അതായത് ഈ രണ്ട് സിനിമയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആൾ സ്പിരിറ്റിൽ വന്നു കഴിഞ്ഞാൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അതൊരു സത്യം. അപ്പോൾ അതൊക്കെ തീർന്നിട്ട് അതിന് ശേഷം ഫ്രീ ആയിട്ട് ആളെ കിട്ടണമെന്ന്. ഓക്കെ, ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്താൽ മതി. ചെയ്യാം, സെറ്റാക്കാം. ആ സ്പിരിറ്റ് അല്ലേ, നല്ല സ്പിരിറ്റ് ആണത്. അതാണ്. അടുത്തത് സിനിമയുടെ അത് മാത്രല്ലേ, കത്തനാരും ഉണ്ട് കേട്ടോ. ശരിക്കും ഗോകുല മൂവീസ് ലാലേട്ടനെ സമീപിച്ചത് കത്തനാർ സിനിമയ്ക്ക് വേണ്ടിയായിരുന്നു എന്നാണ് കേൾക്കുന്നത് കേട്ടോ. പിന്നെ അതങ്ങ് ബബ്ബയിൽ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. സത്യമായിരിക്കും അല്ലേ? അന്ന് സെറ്റിൽ പോയതൊക്കെ ഓർമ്മയുണ്ടോ ലാലേട്ടൻ? പക്ഷെ വേറെ കാര്യമുണ്ടേ, ഞാൻ ശരിക്കും പ്രതീക്ഷിക്കുന്നുണ്ട് കത്തനാറില്. അന്ന് സെറ്റിൽ ആള് പോയതിന്റെ വീഡിയോ ഒക്കെ പുറത്തു വന്നതാണ്. മേ ബി ചിലപ്പോ വന്നേക്കാട്ടോ. ആളുടെ മുകളിലുള്ള ഒരു കത്തനാറിനെ ഇതൊക്കെ പഠിപ്പിക്കുന്ന ഒരു മാന്ത്രികനായിട്ടുള്ള ആളുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ആ ഗെറ്റപ്പിലൊക്കെ വന്ന ചിലപ്പം പറയാൻ പറ്റൂല കേട്ടോ, പൊളിക്കും. പക്ഷെ സാധ്യത വളരെ കുറവാണല്ലേ പറഞ്ഞു കേൾക്കുമ്പോ. ഇങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോ സാധ്യത കുറവാണ്. ഇത് പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ അങ്ങനെ ചിന്തിക്കായിരുന്നു. നോക്കാം, ബബ്ബയിലേക്ക് വെച്ചു അല്ലേ? അതിപ്പോ ചിലപ്പോ അന്നത്തെ തിരക്കും കാര്യങ്ങളും ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്താന്നറിയില്ലല്ലോ. നോക്കാം. എന്തായാലും ജയസൂരിയും നമ്മുടെ ഋഷഭ് ഷെട്ടിയും കാണുന്നുണ്ടായിരുന്നു. ഋഷഭ് ഷെട്ടിയുടെ കാന്താര 2 ജയസൂരി ഉണ്ടെന്നുള്ളൊരു ന്യൂസ് കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് തിരിച്ചും ചിന്തിക്കാം. തിരിച്ചും അതെ, ഇവിടെയും വരുമോന്നില്ലയോന്നേ. ലാലേട്ടൻ വെച്ച ആ ക്യാരക്ടർ എങ്ങാനും ഋഷഭ് ഷെട്ടിക്ക് അതെ പറയാൻ പറ്റൂല. കാമ്യല്ലേ? സത്യം. എല്ലായിടത്തും പിടിപാടുണ്ടാക്കും. ഇവരൊക്കെ ഭയങ്കര കാഞ്ഞ ബുദ്ധിയുള്ളവരാ, കള്ളന്മാരാ. എന്തിനാ ലാലേട്ടൻ ബിഗ് ബോസില് ഇപ്പോഴും വന്ന് ചെയ്തോണ്ടിരിക്കുന്നത്? സത്യം, പ്രേക്ഷകരെ കയ്യിലെടുക്കുക. അതായത് മമ്മൂക്കക്ക് ഈ ഫാമിലി സപ്പോർട്ട് കുറച്ച് കുറവില്ലേ? ലാലേട്ടന് ചെയ്തു വെച്ച സിനിമകളുണ്ട്, അത് വേറെ കാര്യം. അതല്ലാതെ പറയുന്നതാണ്. എപ്പോഴും അതായത് സാധാരണ വീടുകളിലേക്ക് ലാലേട്ടൻ എത്തും. അതാണ് അതിന് കാരണം ഈ ബിഗ് ബോസ് വഴിയാണ്. അത് ആൾക്ക് നന്നായിട്ട് ഗുണം ചെയ്യുന്നുണ്ട്. ഈ സ്ലീപ്പർ സെൽ എന്നൊക്കെ പറയുന്നില്ലേ, അത് ഇതാണ്. അതിൽ ഇതൊക്കെ പെടും. അതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പൊ ലാലേട്ടൻ ഇപ്പൊ ബിഗ് ബോസ് മാത്രമല്ല, ഇപ്പൊ ഇത് കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ഏഷ്യാനെറ്റ് മറ്റേ സ്റ്റാർ സിംഗറിന്റെ പ്രോഗ്രാമില് അങ്ങനത്തെ ഈ കുടുംബ പ്രേക്ഷകർ കൂടുതൽ കാണുന്ന എല്ലാ പരിപാടിക്കും ആളെത്തും. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു സാധനം. അതിന് ഇവിടെ വർക്ക് നടക്കണം പറയാ. എന്താ മമ്മൂക്കിക്ക് അവിടെ വർക്കില്ലേ? അതുകൊണ്ടല്ല, മൂപ്പരുടെ ക്യാരക്ടറിന്റെ വ്യത്യാസമുണ്ട്. ലാലേട്ടൻ വേറൊരു ക്യാരക്ടറാണ്. ഇത് ലാലേട്ടന് സ്യൂട്ടാവും, അത് മമ്മൂക്ക് സ്യൂട്ടാവൂല. നമുക്ക് ഇനി അവിടെ വന്നിട്ട് അഭിനയിക്കേണ്ടി വരും. അവിടെ വന്നിട്ട് അഭിനയിക്കേണ്ടി വരും. അത് നടക്കൂല. അതും വേണമെന്നല്ല പറയുന്നത്. പക്ഷെ ഈ ഒരു ഗുണം ആർക്ക് കിട്ടുന്നുണ്ട്? ലാലേട്ടനുണ്ട്. അത് സത്യമായിട്ടുണ്ട്. അത് തന്നെയാണ് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇപ്പൊ ഋഷഭ് ഷെട്ടിയൊക്കെ അത് കേരളത്തിലെ പിടിക്കാൻ വേണ്ടിട്ട് ആ കാന്താരാന്റെ നല്ല ഇതിലുള്ള പരിപാടിയാണ്. പിന്നല്ല പൃഥ്വിരാജ് പോയിട്ട് ബഡമിയാൻ ചോട്ടമിയാൻ ചെയ്തിട്ട് അവിടെ പിടിക്കാൻ വേണ്ടിട്ട് ആടുജീവിതം പിടിക്കാൻ വേണ്ടിട്ട്. അന്ന് ആടുജീവിതത്തിന് വേണ്ടിട്ടായിരുന്നു പോയത്. പൃഥ്വിരാജ് ഫാൻസ് അങ്ങനെ പറഞ്ഞു നടക്കുന്നു. അതെ. എന്തായാലും വേറുള്ളവരെ കീഴിൽ നിന്ന് അത് എനിക്ക് അങ്ങനെ അഭിപ്രായമുണ്ട്. അത് സോഷ്യൽ മീഡിയ പറയുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരുപാട് കേട്ടോ, ഇടയ്ക്ക് വരണമൊക്കെ. പൃഥ്വിരാജ് ഒരുപാട് വലിയ താരമാണ്, ഒരുപാട് വലിയ താരം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3-ാം സ്ഥാനത്ത് തന്നെ ഇപ്പോൾ പിന്നെ സത്യം നിൽക്കുന്ന ഒരാളാണ് മലയാളത്തിൽ. അപ്പോൾ ആള് ഇവിടെ സിനിമകൾ ഒരുപാട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു സിനിമ അനൗൺസ് ചെയ്ത സിനിമ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ 2 വർഷമൊക്കെ നിന്നിട്ടാണ് ആൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് ആൾ ചെയ്യുന്നത് എന്താ പറയുക, ഈ സമയങ്ങളിൽ വേറെ ഇൻഡസ്ട്രിയിൽ പോയിട്ട്, അതായത് സെക്കൻഡ് റോള് അല്ലെങ്കിൽ ആരുടെയും അടി കൊണ്ട് ചാകുന്ന റോള്, കൊള്ളാൻ വേണ്ടി അവിടെ വരെ പോകും. ഒന്ന് ആലോചിക്കണം. ഇപ്പോൾ കണ്ട ലേറ്റസ്റ്റ് സിനിമ ഷർസമീൻ, അത് അതായത് ആരാണ് ഇബ്രാഹിം അലി ഖാൻ, ആരാണ്
ആളുടെ ഒപ്പം, അതായത് ആളുടെ ഇടിയൊക്കെ കൊള്ളുന്ന ഒരു ക്യാരക്ടർ. ഒന്ന് ആലോചിച്ച് നോക്ക്, എന്തിൻ്റെ ആവശ്യമുള്ളത്? ശരിക്കും മലയാളത്തിലൊരു മെയിൻ നടനാണല്ലോ അല്ലേ, അവിടെ പോയി കിടന്നിട്ടേ. അതെ, അല്ലെങ്കിൽ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് സ്ഥിരം ചെയ്യുന്ന ഒരാളായിരിക്കണം. ഇപ്പൊ സഞ്ജയത്തിന്റെ ഒക്കെ പോലെ അല്ല, നമ്മൾ ജയറാമിനെ ഒരുപാട് വിമർശിക്കുന്നില്ലേ? പിന്നെ അതേ ഈക്വൽ രീതിയിൽ ആരെ വിമർശിക്കണം? പൃഥ്വിരാജിനെ. കാരണം അല്ലെങ്കിൽ ആള് നല്ല ഹിറ്റ് ആക്കണം സിനിമകള്. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, മലയാളത്തിൽ പൃഥ്വിരാജിന്റെ സിനിമ വന്നിട്ട് ഇപ്പൊ എത്ര നാളായി? ഇപ്പൊ ലാസ്റ്റ് ഇതിലും വന്നത് അല്ല, എമ്പുരാനില് ആ ഒരു സൈഡല്ലേ മെയിൻ ആയിട്ടെന്ന് പറയാൻ പറ്റൂലല്ലോ. അതില് മെയിൻ ആയിരുന്നു, പക്ഷെ അങ്ങനെ അല്ലാതെ ഒരു മുഴുനീള നടനായിട്ടുള്ള ഒരു സിനിമ വന്ന് അത് ഗുരുവായൂർ അമ്പലനടയിലാണ് കഴിഞ്ഞ വർഷം വന്നാ. 10, 12, 15 സിനിമയും അനൗൺസ് ചെയ്തിട്ട് പോയേക്കാണ്. ഏതൊക്കെ സിനിമകൾ അതിന്റെ ഇടയ്ക്ക് ചെയ്യാനുള്ള കിടിലൻ സിനിമകളുള്ളത്. അയ്യോ, ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. വെറും ഒരു ശമ്പളത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ ഈ ജോലിക്ക് നിൽക്കണ്ട. ഇതാണ് എന്നോട് പറഞ്ഞത് പണ്ട് ഓഫീസിൽ നിന്ന്. വെറും പണിയെടുക്കണം, വെറും ശമ്പളത്തിന് വേണ്ടിട്ട് മാത്രമാണ് ഇവിടെ നിൽക്കേണ്ടത്. ഞാൻ പറഞ്ഞു ഞാൻ നിൽക്കണില്ല, ഞാൻ പോണി ചങ്കിടാ. അവൻ്റെ അടുത്ത് പോയാൽ അവൻ എന്നെ നോക്കിക്കോളുന്നു. അങ്ങനെ എന്റെ തേത്തൊട്ടി. എന്ത് കാര്യം ഉണ്ടായിരുന്നു ഓഫീസറെ, നിങ്ങൾക്ക് സഹിച്ചാ പോരായിരുന്നു അതിനെ. ഇതിപ്പോ ഞാൻ എടുക്കേണ്ടത് എന്റേത് ഞാൻ പറയാൻ പോവാണ്. ഓക്കെ, അതായത് നമ്മുടെ സ്റ്റെഫില്ലേ, സ്റ്റെഫി സേവിയർ ആള് സംവിധാനം ചെയ്യുന്ന ഒരു സിനിമ, അതായത് മധുര മനോഹര മോഹൻ എന്ന സിനിമയ്ക്ക് ശേഷം ആളുടെ അടുത്ത സിനിമയാണ്. ഇതിൽ നായകനാവുന്നത് ആസിഫ് അലിയ. ഓക്കെ, ഇത് 2026 നടക്കുള്ളൂ. ഇതിന്റെ പ്രത്യേകത എന്തായിരുന്നു? 2026 ആണ് നിർമ്മിക്കുന്നത്. ഞാൻ ഈ സ്റ്റെഫിനെ അറിയില്ലെന്ന് ചോദിച്ചപ്പോഴേ ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല. ഓഫീസിലെല്ലാം ചേച്ചിമാരായിരുന്നു, ഫുള്ള് നമ്മുടെ സ്വന്തം ചേച്ചിമാർ. അടുത്തത് ജനനായകൻ. മമിത ബൈജുവിന്റെ പേരായിട്ടായിരിക്കും TJ അരുണാചലം ഉണ്ടാവുക എന്നുള്ളതാണ് ആള് തന്നെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ, എന്താ പൃഥ്വിരാജ്, പൃഥ്വിരാജിനോടുള്ള കലിപ്പ് മാറിയിട്ടില്ല, ഇഷ്ടം കൊണ്ടാണേ. പൃഥ്വിരാജൊക്കെ എന്തായാലും നമ്മുടെ കീഴിൽ എന്നും കാണുന്ന ആളായിരിക്കും. 4 തെറിയും കൂടി പറഞ്ഞിട്ട് സ്നേഹം കൊണ്ടാണ് തലവിടുക ലാസ്റ്റ്. ഒന്നും പറ്റിയില്ലല്ലോ. അല്ല, എന്തിന്റെ ആവശ്യമുണ്ട്? എനിക്ക് മനസ്സിലായി. നീ എന്നെ വെറുതെ വയലന്റ് ആക്കരുത്. നീ അതെ, ശരിയല്ലേ? അത് തീട്ട സിനിമകളിലാണ് പോയിട്ട് അഭിനയിക്കുന്നത്. സംഭവം ശരിയാണ്. സാലാറി SSMB 29 ഒക്കെ അതിൻ്റെതായ വലുപ്പമുണ്ട്. ശരിയാണ്, നായകന്റെ 2ാം സ്ഥാനത്തൊക്കെ നിന്നാലും കുഴപ്പമില്ല. ഇപ്പൊ രാവണൻ, പിന്നെ ഇത് നമ്മുടെ വിക്രമിന്റെ കൂടെ, അതും ഓക്കെ. ഇതൊരുമാതിരി നല്ല ദേഷ്യം വരില്ല. ഇവിടെ ഞങ്ങൾക്ക് സിനിമ ആണേ അല്ലാന്ന്. അടുത്തത് ഖലീഫ. ഒരൊറ്റ തമിഴ് കിട്ടിയില്ലെന്ന്? ഇല്ലടാ, കിട്ടിയിട്ടില്ലടാ. ഒരു 3 ഞാൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഖലീഫ സിനിമയെ കുറിച്ച് തുടങ്ങിയപ്പോ തന്നെ ഞാൻ പറഞ്ഞാണ് ഞാൻ ഇത് തൂക്കുന്നു. നീ ബെറ്റുണ്ടോന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ശരിയാ, അത്രേ ഉള്ളൂ. പിന്നെ നീ വേദനിക്കണ്ടായിരുന്നിട്ട് ഞാൻ മാറ്റി എടുത്തതാ. ഓക്കെ, എന്തായാലും ഖലീഫ സിനിമയെ കുറിച്ച് നമ്മുടെ വൈശാഖ് സാർ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഷൂട്ട് തുടങ്ങുന്നത് August 6 കേട്ടോ. അപ്പോൾ August 6 മുമ്പായിട്ട് ഇവർ UK പോകും. അപ്പോൾ ആള് പറയുന്നത് 5 സോങ്ങും 5 ഫൈറ്റും ഉണ്ടാവും എന്നുള്ളതാണ് ഖലീഫ. ഓക്കെ, കാണാം. ഒരു 5 സോങ് ഉണ്ടാവും. പിന്നെ ഹിന്ദി അനുസരിച്ചല്ലേ ടൈറ്റിൽ ഇടുള്ളൂ. പിന്നല്ല
ഇയാളെപ്പോഴും ഇങ്ങനെ തന്നെയാണോ? ഉള്ള കാര്യം പറയാലോ. ഇങ്ങനെ ഭയങ്കര കോമഡിയാ, കൂളുമാണ്, ഭയങ്കര കൂളാണ്. അപ്പൊ എന്തായാലും ഖലീഫയിൽ 5 സോങ്ങും 5 ഫൈറ്റും. ഓഗസ്റ്റ് 6 ഷൂട്ട് തുടങ്ങും അല്ലേ? 10 ദിവസത്തെ ഷൂട്ട്. 10 ദിവസത്തെ. അപ്പൊ എന്തായാലും ശേഷം പിന്നെ ബ്രേക്ക് ഒന്നും ഈ വർഷം ഇല്ല എന്നുള്ളതാണ് കേട്ടിട്ടുള്ളത്. അപ്പൊ എന്തായാലും കാത്തിരിക്കാം. യെസ്. പോവല്ലേ? അപ്പൊ നീ വീണ്ടും നോക്കിയില്ലേ? ഇനി നമ്മൾ ഇതുവരെ മത്സരിച്ചൊന്നും കണക്കൂടണ്ട, 2-0 കണക്കൂട്ടാം. അത് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഇവിടെ കണക്ക് കൂട്ടി വെച്ചേക്കുന്ന ആൾക്കാരുണ്ട്, അവര് വരും. വേണ്ടേ ഒരു എടുക്കട്ടെന്ന്. അല്ല, ഇതൊരു വൈബുണ്ട്. എനിക്ക് ഇനി ഓടിപ്പിടിക്കണം നിന്നെ. ഇപ്പൊ നീ 2-0 മുന്നില്. ശരി 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 ശരി. ജയിച്ചു നിന്ന് ജയിക്കുന്നതിൽ എനിക്ക് ഒരു താല്പര്യമില്ല. ഉള്ള കാര്യം പറയല്ലോ, എന്റെ ജീവിതം മൊത്തം ജയിച്ചു നിന്നിപ്പോ ജയിക്കല്ലോ, ഇത് 2 നോക്കല്ലേ ഇത്. അതാ ഞാൻ പറഞ്ഞത്. അതായത് വേറെ മുന്നിൽ ഓടുന്നവർ, അല്ലെങ്കിൽ ഞാൻ പറയുന്ന സംഭവം എനിക്ക് മനസ്സിലായി, എനിക്ക് ഉത്തരം പറയാനുണ്ട്, അതുകൊണ്ടാണ്. അതായത് മുന്നിൽ എന്തെങ്കിലും ലക്ഷ്യം കണ്ടിട്ട് വേണം എനിക്ക് ജയത്തിലേക്ക് ഓടാൻ. അല്ലാതെ ജയിച്ചു നിന്നോടത്ത് നിന്നിട്ട് വീണ്ടും ഓടാൻ എനിക്ക് താല്പര്യമില്ല. അതാണ് കഴിഞ്ഞ വർഷം ചെറുക്കും കുറെ ഓടിയതല്ല, അതെനിക്ക് ഭയങ്കര സ്പോർട്സ്മാൻ സ്പിരിറ്റ്. അതുകൊണ്ട് കണ്ടില്ലേ, അതിനുള്ള റിസൾട്ട് 2025 പകുതിയോടെ തന്നെ ഞാൻ തീർത്തു. അതായത് മുന്നിൽ നമ്മൾ എപ്പോഴും ജയിക്കണമെന്നുള്ള ത്വര മസ്റ്റായിട്ട് വേണം. അല്ലാതെ ജയിച്ചുകൊണ്ടേ ഇരുന്ന് നമ്മളിങ്ങനെ ജയം ഇങ്ങനെ ആസ്വദിച്ചിട്ട് ഒരു കാര്യമില്ല. സത്യമാണ്. ഇപ്പൊ 2 ജയം ജയിക്കും ചെയ്തപ്പോ ജയിക്കണ്ടില്ലായിരുന്നു കോപ്പ്. അല്ല, ഈ ഉപദേശം എനിക്ക് 2-0 ഇപ്പോ ജിനേഷ് ഫിലിപ്പ് മുന്നോട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇനി ഞാൻ അവൻ്റെ കൂടെ എത്തിപ്പിടിക്കാനുള്ള ശ്രമമാണ്. 2025 ഇനി പകുതി ബാക്കിയുള്ളത് അങ്ങനത്തെ മത്സരമായിരിക്കും. ഞാൻ വിക്രമാദിത്യന്റെ ഉണ്ണിമൂന്നനോ പറഞ്ഞപ്പോ തോന്നുന്നുണ്ട്, എത്തിപ്പിടിക്കാനുള്ള ശ്രമമായിരിക്കും. എന്തായാലും ഈ എപ്പിസോഡ് തീർന്നിരിക്കുകയാണ്. സിനിമ കണ്ടിട്ട് വരട്ടെ കേട്ടോ. അപ്പൊ 2-0 കേട്ടോ. ബൈ ബൈ. മറ്റേതെല്ലാം മാഞ്ഞോട്ടെ. മായിച്ചറിഞ്ഞു. ബൈ ബൈ ബൈ.